ആകാംക്ഷയോടെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ബേബിയുടെ വരവിന് വേണ്ടിയിട്ട്. മക്കളില്ലാത്ത ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ടാവും. എല്ലാവർക്കും പഠിച്ച റബ്ബ് നല്ലൊരു മക്കളെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ. ഹായ് ഡേയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ? അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ന്യൂസാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. എന്താണ് മോളൂസേ? ഒരു കുഞ്ഞിക്കൈ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്കൊരു കുഞ്ഞുവാവ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഫാമിലിയിൽ പുതിയൊരു മെമ്പർ കൂടെ മോളാണ്, മുല്ലുവിനൊരു അനിയത്തിക്കുട്ടി. അപ്പോൾ 22 ദിവസം കഴിഞ്ഞു കേട്ടോ എന്നൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ട്. അപ്പോൾ ഡെലിവറിയുടെ മുന്നേയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. ഞാൻ ചെറുതായിട്ടൊരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചു, പക്ഷെ എന്തോ ഒരു ഷെയർ ചെയ്യാൻ എന്തോ ഒരു പോലെ ചില കാര്യങ്ങൾ അങ്ങനെ നമ്മൾ വേണോ വേണ്ട എന്നിങ്ങനെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ. അപ്പോൾ അത് അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഞാൻ വിചാരിച്ചു പിന്നെ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷമൊക്കെ ഷെയർ ചെയ്യാമെന്ന് കരുതി. കാര്യങ്ങൾ നമ്മളെടുത്ത് കിടക്കുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ എല്ലാം റാഹത്തായി വന്നതിന് ശേഷം ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ച്. ഡെലിവറിക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലുള്ള സംഭവങ്ങളൊക്കെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ ചെന്ന് ഫസ്റ്റിൽ നമ്മൾ പെയിന് വരുന്നതിന് മുന്നേ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ 21-ാം തീയതി അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞ ആ ഒരു ഡേറ്റിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ലാബിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ബാക്കിയൊക്കെ കുറച്ചൊക്കെ എടുക്കണം എന്ന് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. എന്തായാലും സംഭവമൊക്കെ വേഗത്തിൽ റാഹത്തായിട്ട് പോരാൻ പറ്റി, പെട്ടെന്ന് പോരാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അതുപോലെ ബേബിക്ക് നമ്മൾ പർച്ചേസിങ്ങിന് പോയതും ബാക്ക് പാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതൊക്കെ വീഡിയോ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇൻഷാ അല്ലാഹ് വഴിക്ക് വഴിയായിട്ട് ഓരോന്ന് നിങ്ങളെ കാണിക്കാം. അപ്പോൾ പോയിക്കോളി. അപ്പോൾ പോയിട്ട് വീഡിയോ ഒക്കെ കാണാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റു വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്. ബൈ. അപ്പോൾ ഇതാണ് അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റൽ പൂക്കാട്ടിരി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പരിസര പ്രദേശത്തുള്ളവർക്കൊക്കെ ഡെലിവറിക്ക് ആവശ്യമായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹോസ്പിറ്റലാണ്. കാരണം പ്രത്യേകിച്ച് ഇവിടുത്തെ നമ്മുടെ ആ ഒരു ഡോക്ടറുടെ ഒരു സർവീസ് തന്നെയാണ്. വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിലാണ് ഈ ഒരു ഹോസ്പിറ്റൽ വരുന്നത്. ഡോക്ടർ അഹമ്മദ് ബീഗാണ് ഇവിടുത്തെ സ്പെഷ്യലിസ്റ്റ് കേട്ടോ, ഗൈനക് സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ നമ്മളിവിടെ ചെന്നിട്ട് RT-PCR ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ പിന്നെ ബ്ലഡ് കൗട്ടിങ് ടൈം, അതുപോലെ ബ്ലീഡിങ് ടൈം, ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാബിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലാബ് റൂമിലേക്ക് കൊണ്ടുപോവാണ് പിന്നെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് ടെസ്റ്റൊക്കെ നടത്തുന്ന ഈ ഒരു സിസ്റ്റർ ഹന്നത്ത്, അവർ എറണാകുളംകാരിയാണ്. നല്ലൊരു ബിഹേവിയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആളെ വീഡിയോയിൽ കാണിക്കണം എന്ന ആൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ സിസ്റ്റേഴ്സ്, എല്ലാ ലാബ് റൂമിലെ സിസ്റ്റേഴ്സിനെയൊക്കെ പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം നല്ല ആ ഒരു എനിക്കൊക്കെ ഒരു അർദ്ധരാത്രി ടൈമിലാണ് പെയിൻ വരുന്നത്. എന്നിട്ട് പോലും ആ ഒരു ടൈമിലൊക്കെ ഭയങ്കര രീതിയിൽ സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്നു അവരൊക്കെ. ടോട്ടലി നമുക്ക് നല്ലൊരു ഫീഡ്ബാക്കാണ് ഹോസ്പിറ്റലിനെ കുറിച്ച് ഉണ്ടായത്. സിസ്റ്റർ പേര് പറഞ്ഞോളൂ. അന്നത്ത്. എവിടെയുള്ള? എറണാകുളം. ഇവിടെ അങ്ങനെ റൂമില്ല, ഹോസ്റ്റലുണ്ടാവും അല്ലേ? അത്രേ ഉള്ളൂ. മന്ത് പകുതി 2 ബ്ലഡ് എത്ര ടൈം വരെ വരുന്നുണ്ടെന്ന് നോക്കി.
1:15. ഇതെന്ത് ചെക്കിങ്? ക്ലോട്ടിങ് ടൈം. കോട്ടാണ്, ബ്ലഡ് കോട്ട് ചെയ്യുന്നില്ല. കഴിഞ്ഞോ? ഇത്രയും കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, സി യു, ടേക്ക് കെയർ.